നമുക്ക് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നേ. രാവിലെ വന്നതായിരുന്നു. ഒരു 5 o'clock വരെ നമ്മൾ ഓഫീസിലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വർക്ക്സും മീറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞൊരു 5:30 ഒക്കെ ആയപ്പോഴാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ നേരെ പോകുന്ന ഡാൻസ് ക്ലാസ്സിലോട്ടാണ് കേട്ടോ. ഡാൻസ് കാണാനും പാട്ട് കേൾക്കാനും ഇഷ്ടമല്ലാത്തവരായി അധികം ആരും ഉണ്ടാവില്ല അല്ലേ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത്. ചില കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ അധികം എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില കഷ്ടപ്പാടുകൾ ദൈവം കാണാണ്ടിരിക്കുന്നൊക്കെ ഒരു അവസ്ഥ നമുക്കും തോന്നാറില്ല. ഞാനും ആ സമയത്ത് പരാതി തന്നെയാണ് കേട്ടോ പറയാറ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ആ കാര്യങ്ങളൊന്നും എന്താ നടക്കാത്തെന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ മനസ്സിലാവുമെന്ന് പറയാറില്ലേ, അതുപോലൊക്കെ തന്നെ ചില ഇഷ്ടങ്ങളിലൂടെ നമുക്ക് ചില പോസിറ്റീവ് കാര്യങ്ങൾ കിട്ടുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അവരെല്ലാവരുടെ ലൈഫിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഹോപ്പല്ലേ എല്ലാം ശരിയാവും എന്നുള്ളത്. ആ ശരിയാവും എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാനും വിശ്വസിക്കുന്നത്. ശരിയാവും എല്ലാം. നമ്മുടെ ക്ലാസ്സിൽ വലിയവരും ചെറിയവരും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് 5 മണി വരെയും വലിയവർക്ക് അതിന് ശേഷമാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഒരു കൊറിയോഗ്രാഫി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ മാം. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. നമ്മളിവിടുത്തെ കുഞ്ഞിപ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പഠിപ്പിച്ച് തരുവേ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഡാൻസ് പ്രോഗ്രാം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ഓൺ ചെയ്യേണ്ടത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിവിടെ 7:45 വരെ ഡാൻസ് ക്ലാസ് ഉള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് നേരിട്ട് വീട്ടിലോട്ടുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 25 മിനിറ്റിൻ്റെ യാത്ര വിടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ടൈം ആവും. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ.